സുഖമായിട്ട് നിങ്ങൾ ഈ പൊസിഷനിൽ കിടന്നുറങ്ങുകയാണ്. റൂമിൽ വെട്ടം വലുതായിട്ടില്ല. പെട്ടെന്ന് നിങ്ങൾ കണ്ണു തുറന്നു. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നുവെന്ന്. പക്ഷെ ഉണർന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം അനക്കാൻ പറ്റുന്നില്ല. ഒന്ന് തിരിയാനോ മറിയാനോ പോയിട്ട് കൈവിരൽ പോലും അനക്കാൻ പറ്റുന്നില്ല. പാരലൈസ്ഡായി അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന നിങ്ങൾ ഒച്ച വെച്ച് ആരെയെങ്കിലുമൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒച്ചയും പുറത്തു വരുന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശക്തിയെടുത്താണ് നിങ്ങൾ അലറി വിളിക്കാൻ ശ്രമിക്കുന്നതെന്ന്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് എന്തോ ഒരു രൂപം നിങ്ങളുടെ ഒപ്പം മുറിയിലുണ്ടെന്ന്. നിങ്ങൾക്ക് ഒച്ച വെക്കാനോ അനങ്ങാനോ പറ്റാത്തത് ഈ രൂപം നിങ്ങളുടെ നെഞ്ചിൽ അമർത്തിയിരിക്കുന്നത് കൊണ്ടാണെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. ലോകത്തിലൊട്ടാകെ പേർ അനുഭവിച്ചിട്ടുള്ള സ്ലീപ്പ് പാരാലിസിസ് എന്ന ഫിനോമിനനാണ് ഈ പറഞ്ഞത്. ശരീരം ദിനചര്യകളൊക്കെ ചെയ്ത് തളർന്ന് വിശ്രമിക്കുന്ന ഉറക്കത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞത്. മനുഷ്യരുടെ സ്ലീപ്പ് സൈക്കിളിനെ പല പല സ്റ്റേജുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേജിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പ്രധാനമായും 2 സ്റ്റേജുകളാണുള്ളത്, NREM-ഉം REM-ഉം. ഈ NREM സ്റ്റേജ് തന്നെ 3 ടൈപ്പ് ഉണ്ട്, N1, N2, N3. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുമെങ്കിൽ ഈ 8 മണിക്കൂറിലായിട്ട് ഒരുമിച്ചല്ല ഈ സ്റ്റേജുകൾ ഉണ്ടാകുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. 90 മുതൽ 110 മിനിറ്റ് വരെ ദൈർഘ്യമായിരിക്കും ഒരു സ്ലീപ്പ് സൈക്കിൾ. ഇതാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ. ഇതുപോലെ ഒരു 6 വട്ടമൊക്കെ സ്ലീപ്പ് സൈക്കിള് റിപ്പീറ്റായി നടക്കുമ്പോഴാണ് നമ്മുടെ ഫുൾ ഉറക്കത്തിൻ്റെ സമയമാവുന്നത്. ഈ ഓരോ സ്റ്റേജിലെയും ബ്രെയിൻ ആക്ടിവിറ്റിയും റിലീസ് ചെയ്യുന്ന കെമിക്കൽസിനും ഒക്കെ പ്രത്യേകതകളുണ്ട്. മേ ബി നമുക്കതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ പറയാം. സ്ലീപ്പ് പാരാലിസിസിൽ നമുക്ക് REM സ്ലീപ്പിന് മാത്രം ഫോക്കസ് കൊടുത്താൽ മതി. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാവും ഒന്നാമത്തെ REM സ്റ്റേജ് വരുന്നത്. അതിനൊരു ഡ്യൂറേഷൻ കാണും, സേ ഒരു 10 മിനിറ്റ് ഫസ്റ്റത്തെ സ്ലീപ്പ് സൈക്കിളിൽ. പിന്നെ അടുത്ത സ്ലീപ്പ് സൈക്കിൾ തുടങ്ങും. അങ്ങനെ നമ്മൾ ഉറക്കത്തിലോട്ട് ആഴത്തിൽ ചെല്ലുന്നതിനനുസരിച്ചിട്ട് ഈ NREM സ്റ്റേജിലെ N3യുടെ ദൈർഘ്യം കുറഞ്ഞ് REM-ൻ്റെ ദൈർഘ്യം കൂടും. അവസാനമൊക്കെ ആകുമ്പം 1 മണിക്കൂർ വരെ REM സ്ലീപ്പിൻ്റെ സ്റ്റേജ് നീണ്ടു നിൽക്കാം. ആൻഡ് എല്ലാ ഒരു 1.5 മണിക്കൂറിന് ശേഷവും REM സ്റ്റേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ടിപ്പിക്കലി ഒരു രാത്രി മര്യാദയ്ക്കൊക്കെ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് 4 തൊട്ട് 6 REM സ്ലീപ്പ് സ്റ്റേജുകൾ കടന്നു പോവാം. അത് അയാൾക്ക് എത്ര സ്ലീപ്പ് സൈക്കിൾ ഉണ്ടായി എന്നുള്ളതിനെ അനുസരിച്ചിട്ടിരിക്കും. ഈ REM സ്റ്റേജിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉള്ളതിന് സമാനമായ ബ്രെയിൻ ആക്ടിവിറ്റി ആയിരിക്കും. ഐ മൂവ്മെൻ്റ് ഉണ്ടാകും, ഹൈ ബ്രെയിൻ ആക്ടിവിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ഉണ്ടാവുന്ന സ്വപ്നങ്ങൾ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. നമുക്ക് റിയാലിറ്റി പോലെ ലൈക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്ന സ്വപ്നങ്ങളാകും. N2, N3 സ്റ്റേജിലും ഒക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവാം, ബട്ട് അത് ഇത്രയും ഡീറ്റെയിൽഡ് ആവില്ല. അതുപോലെ തന്നെ ഓർത്തിരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഓരോ സ്ലീപ്പ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും ഫിസിയോളജിക്കലി നമ്മുടെ ശരീരത്തിന് ചില മാറ്റങ്ങൾ വരും. REM സ്ലീപ്പിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഒരു പ്രധാന പ്രത്യേകതയാണ് അറ്റോണിയ. താൽക്കാലികമായി നമ്മുടെ ശരീരം തളർന്നു പോകുന്ന അവസ്ഥ. അതിൻ്റെ പ്രധാന റീസൺ REM സ്ലീപ്പിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വളരെ റിയൽ ആയിട്ട് തോന്നും എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഉറക്കത്തിൽ കിടന്ന് കൈയും കാലൊക്കെ ഇട്ട് അനക്കി സ്വയമേ ശരീരത്തിന് അപകടം വരുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മസിൽസിനെ തളർത്തിയിടുന്നതാണ്. ഇനി നമ്മൾ ഉണരുമ്പോൾ ടിപ്പിക്കലി N2 സ്റ്റേജിലോ REM സ്ലീപ്പ് കഴിഞ്ഞോ ആവും ഉണരുന്നത്. മറ്റ് സ്റ്റേജിലും ഉണരാം, ആരെങ്കിലും നമ്മളെ വിളിച്ചൊക്കെ ഉണർത്തുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ റിലാക്സ്ഡ് ആയിട്ട് ബോഡി റെഡിയായി സ്വയം ഉണരുന്നത് N2യിലോ REM സ്ലീപ്പിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടോ ആവും. സാധാരണ പോലെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് തനിയെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ ഈ അറ്റോണിയ അറിയുക പോലും ഇല്ല, ഈ ടെമ്പററി പാരാലിസിസ്. കാരണം ബോഡി വെൽ റെസ്റ്റഡ് ആണ്. നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് ഉണരുമ്പോൾ REM സ്ലീപ്പിൽ നമ്മൾ ഈ പാരലൈസ്ഡ് ആയിട്ട് കിടന്ന അറ്റോണിയ എന്ന അവസ്ഥയിൽ തന്നെ ശരീരമായി പോകാം. അങ്ങനെ ഒരു മൊമെൻ്റാണ് സ്ലീപ്പ് പാരാലിസിസ്. REM സ്ലീപ്പിൽ ശരീരം റിലാക്സ്ഡ് ആയി തളർന്നു കിടന്നിട്ട് പെട്ടെന്ന് ഉണരുമ്പോൾ നമ്മുടെ ബോഡിയിലെ മസിൽസ് ഈ അറ്റോണിയയിൽ നിന്നും പുറത്തു വരാൻ റെഡി ആവാതെയുള്ള ഒരവസ്ഥ. ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ ശരീരം തളർന്നു പോയി എന്ന പേടി അയാൾക്കുണ്ടാവാം. അയാൾക്ക് പാനിക് വരാം. അതിനനുസരിച്ചിട്ടുള്ള ആൻസൈറ്റി ട്രിഗറുകൾ അയാളുടെ ശരീരം അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കാം. ആൻഡ് ഇതനുഭവിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. ഇതിൽ 25% ആൾക്കാർക്ക് ഈ അറ്റോണിയ ഉണ്ടാകുന്നു, കുറച്ച് കഴിഞ്ഞ് ഇവിടെ മസിൽസ് റെഡിയാകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്ന 75% ആൾക്കാർക്കും ഈ സ്ലീപ്പ് പാരാലിസിസ് എപ്പിസോഡിൽ ഒരു രൂപത്തിനെ കാണും. സ്ലീപ്പ് പാരാലിസിസിനെ ഒരു ഭയാനകമായ ഫിനോമിനൻ ആക്കുന്നത് ഈ രൂപത്തിൻ്റെ സാന്നിധ്യമാണ്.
പല കൾച്ചേഴ്സിലായി പല പേരുകളിലായിട്ടാണ് ഈ രൂപം അറിയപ്പെടുന്നത്. ഉദാഹരണമായി പിശാച്, ആരുടെയെങ്കിലും ദുർമന്ത്രവാദത്തിൻ്റെ ഫലം, ഏലിയൻ വന്ന് നിൽക്കുന്നു, അങ്ങനെ പലത്. ജനറലായിട്ട് നൈറ്റ് ഹാഗ് അല്ലെങ്കിൽ ഓൾഡ് ഹാഗ് എന്നാണ് സ്ലീപ്പ് പാരാലിസിസ് സമയത്ത് കാണുന്ന ഈ രൂപത്തിനെ അറിയപ്പെടുന്നത്. ചിലർക്ക് ഈ രൂപം നെഞ്ചിൽ കയറി ഇരിക്കുന്നതായും, ചിലർക്ക് കാലിൻ്റെ ഭാഗത്ത് നോക്കി നിൽക്കുന്നതായും, ചിലർക്ക് ശ്വാസം മുട്ടിക്കുന്നതായും ഒക്കെ തോന്നാറുണ്ട്. ചിലർക്ക് ഇത് നിഴൽ രൂപമാവും, ചിലർക്കിത് ആണോ പെണ്ണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റും, പക്ഷേ മുഖം കാണില്ല. ചിലർക്ക് ഈ രൂപമായി തോന്നുന്നത് അവരുടെ മരിച്ചുപോയ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ, their thoughts and their beliefs. ആൻഡ് മിക്ക ആൾക്കാരും ഇതൊരു സൂപ്പർസ്റ്റിഷ്യസ് ആയ ഒരു പൈശാചികമായ ഒരു ശക്തിയാണെന്നാണ് കരുതുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ 25% ആളുകൾ ഈ രൂപത്തിനെ കാണാതെയുള്ള സ്ലീപ്പ് പാരാലിസിസും ഉണ്ടാവുന്നതുകൊണ്ട് പിശാച്, മന്ത്രവാദം, ജിന്ന്, ഏലിയൻ, സാത്താൻ ഇവരുമായിട്ട് സ്ലീപ്പ് പാരാലിസിസിന് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ എല്ലാവരും ഈ രൂപത്തിനെ കാണുകയും പേടിക്കുകയും വേണ്ടേ? അപ്പോൾ ആ എക്സ്പ്ലനേഷനെ എടുത്തു കളയാം. Plausible explanation is that these are hallucinations. Hallucinations എന്ന് കേൾക്കുമ്പം എക്സ്ട്രീം രീതിയിൽ അങ്ങ് ചിന്തിച്ചു പോകരുത്. പല കാരണങ്ങൾ കൊണ്ട് ടെമ്പററി ഹാലൂസിനേഷൻസ് നമുക്കുണ്ടാവാം. നമ്മൾ വളരെ ക്ഷീണിച്ച് തളർന്നിരുന്നിട്ട് ഉറക്കത്തിലോട്ട് കിടക്കുമ്പോൾ, ഭയങ്കരമായ പനിയുള്ളപ്പോൾ, അപ്പോഴൊക്കെ ടെമ്പററി ഹാലൂസിനേഷൻസ് ഉണ്ടാവാം. അതുപോലെയാണ് സ്ലീപ്പ് പാരാലിസിസിൻ്റെ ഹാലൂസിനേഷൻസും. ചിലപ്പോൾ സിമ്പിൾ ഹാലൂസിനേഷൻസ് ആയിരിക്കാം, ലൈക്ക് നമ്മൾ ആ രൂപത്തിനെ കാണുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കോംപ്ലക്സ് ഹാലൂസിനേഷൻസ് ആയിരിക്കാം, രൂപത്തിനെ കാണുന്നു, അത് അടുത്ത് വരുന്നു, അത് ദേഹത്ത് തൊടുന്നു, സംസാരിക്കുന്നു, അങ്ങനെ എന്തു ആവാം. പ്രധാനമായും 3 ടൈപ്പ് ഹാലൂസിനേഷൻസ് ആണ് സ്ലീപ്പ് പാരാലിസിസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇൻട്രൂഡർ ഹാലൂസിനേഷൻ, വെസ്റ്റിബുലാർ മോട്ടോർ ഹാലൂസിനേഷൻ, ചെസ്റ്റ് പ്രഷർ ഹാലൂസിനേഷൻ. നമ്മുടെ കൂടെ ബെഡ്റൂമിൽ മറ്റാരോ ഉണ്ട് എന്ന തോന്നലാണ് ഇൻട്രൂഡർ ഹാലൂസിനേഷൻ. നമ്മുടെ ശരീരം അനങ്ങുന്നു, ശരീരം പൊങ്ങിപ്പോകുന്നു, പല രീതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്നൊക്കെ തോന്നുന്നതാണ് വെസ്റ്റിബുലാർ മോട്ടോർ ഹാലൂസിനേഷൻ. നെഞ്ചിലാരോ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് ചെസ്റ്റ് പ്രഷർ ഹാലൂസിനേഷൻസ്. എന്തുകൊണ്ട് ഈ ഹാലൂസിനേഷൻസ് ഉണ്ടാവുന്നു? സിമ്പിൾ ആൻസർ ഈസ്, എത്രത്തോളം വിവരം നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റി ഉണ്ടോ അത്രത്തോളം എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ REM സ്ലീപ്പിനിടയ്ക്ക് എങ്ങനെയോ കണ്ണ് തുറക്കുന്ന ട്രിഗറിങ് ഫാക്ടർ എന്ത് വേണമെങ്കിലാകാം. ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന ദുസ്വപ്നം കണ്ട് പേടിച്ച് കണ്ണു തുറക്കാം, റൂമിനുള്ളിൽ കേട്ട എന്തെങ്കിലും ഒച്ച കാരണം കണ്ണു തുറക്കാം, അല്ലെങ്കിൽ സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസും ആകാം. എന്ത് തന്നെ ആയാലും നമ്മൾ പാരലൈസ്ഡ് ആയി എന്ന തിരിച്ചറിവ് ബ്രെയിനിനുണ്ടാവുമ്പോൾ ബ്രെയിനിലെ മോട്ടോർ കോർട്ടെക്സ് കണ്ടിന്യൂസ് ആയിട്ട് ശരീരം മുഴുവനും സിഗ്നൽ എത്തിച്ചു കൊടുക്കും. അറ്റ് ദ സെയിം ടൈം ഈ പോകുന്ന സിഗ്നൽസിന് റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്നും ബ്രെയിന് മോണിറ്റർ ചെയ്യും. ഈ സമയത്ത് അറ്റോണിയയിലായിരിക്കുന്നത് കൊണ്ട് മൂവ്മെൻ്റ് വഴി റെസ്പോൺസ് ഒന്നും കിട്ടാതെ ആവുമ്പോൾ ബ്രെയിന് പാനിക്കാവും. ആ പാനിക് ആവുന്നത് കൊണ്ട് ബ്രെയിന് എന്ത് പറ്റി എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതിനറിയാവുന്ന വിവരങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരോ പോസിബിലിറ്റീസ് ആയിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഉദാഹരണമായി സ്ലീപ്പ് പാരാലിസിസിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആദ്യം ചിന്തിക്കുന്നത് ഇത്രയും നാളെ പ്രശ്നമില്ലാത്ത ഇവന് പെട്ടെന്നത് എന്ത് പറ്റി, ഇതെന്തായാലും വെറുതെ ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ, ഒന്നുകിൽ ഇവനെ ആരോ ശരീരം അനങ്ങാത്ത രീതിയിൽ പിടിച്ചു വെച്ചേക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടേക്കുന്നു, കെട്ടിയിടണം എന്നുണ്ടെങ്കിൽ മുറിക്കകത്ത് ആരെങ്കിലും വേണം. അങ്ങനെ ഇൻട്രൂഡർ ഹാലൂസിനേഷൻ ഉണ്ടാവാം. ഇനി സ്ലീപ്പ് പാരാലിസിസിനെ പറ്റി അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നിരിക്കട്ടെ, ഒരു സൂപ്പർസ്റ്റിഷ്യസ് രീതിയിലും ഒക്കെയാണ് നിങ്ങളിതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ, അതായത് ഈ അറ്റോണിയൽ നിങ്ങളുടെ ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിന് പെട്ടെന്ന് ആ ഇൻഫർമേഷൻ എടുക്കും. അന്ന് കണ്ട സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന സംഭവമാണിത്. ഇതിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടാം, രൂപത്തിനെ മേക്ക് ചെയ്യും, ഈ രൂപം നെഞ്ചിൽ കയറിയിരിക്കാം, അതും ഓക്കെ. എല്ലാം നമ്മളെയും നമ്മുടെ ബ്രെയിനിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഈ സ്ലീപ്പ് പാരാലിസിസ് 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്നും നീണ്ടു നിൽക്കില്ല. നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്ത് കഥ മെനയാൻ തുടങ്ങിയാലും അതിനൊരു സെൻസ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിൻ എങ്ങനെയും നമ്മളെ ഉണർത്തും. ഇപ്പോൾ കറുത്ത രൂപത്തിനെ കാണുന്നു, ഈ കറുത്ത രൂപം ആരാണ്, എന്താണ്, ഇവൻ എന്തിന് എൻ്റെ റൂമിൽ വന്നിരിക്കുന്നു, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെവിടെ, ഞാൻ എവിടെയാണ്, ഇതുപോലത്തെ ചോദ്യങ്ങൾക്കൊന്നും റെസ്പോൺസ് കിട്ടാതെ ആവുമ്പം ബ്രെയിൻ നമ്മളെ ഉണർത്തും. പേടിപ്പിക്കുന്ന സ്ലീപ്പ് പാരാലിസിസ് ഇസ് നത്തിങ് ബട്ട് അറ്റോണിയ പ്ലസ് ഹാലൂസിനേഷൻസ്.